ഉപനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിൽ എല്ലാ നാളുകാരുടെയും കൂറിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് മേട, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, ഇതിൻ്റെ ഇത്രയും 12 കൂറിൻ്റെയും അടിസ്ഥാനത്തിൽ 17/8/2025 രവിവാരം ഞായറാഴ്ച ദിവസം 1201 ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി ആരംഭിക്കുക. അപ്പോൾ ഒരു വർഷത്തേക്ക് മീനക്കൂറുകാർക്ക് എപ്രകാരമാണ് ഫലം എന്നാണ് പറയുന്നത്. അതായത് ഈ ചിങ്ങമാസം 1-ാം തീയതി തുടങ്ങുമ്പോൾ ഒരു രാശിയിൽ ഏറ്റവും കൂടുതൽ കാലം നിൽക്കുന്ന ഗ്രഹങ്ങളായിരിക്കുന്ന വ്യാഴം, ശനി, രാഹു, കേതുക്കളൊക്കെ ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥിതി അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ മീനക്കൂറുകാരുടെ ഒരു വർഷത്തെ ഫലങ്ങൾ എങ്ങനെയാണെന്ന് പറയുന്നത്. വ്യാഴം വാർഷികാരംഭത്തിൽ നിൽക്കുന്നത് ബുധൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന മിഥുനത്തിലാണ്. ശനി സ്ഥിതി ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന മീനത്തിലാണ്. രാഹു സ്ഥിതി ചെയ്യുന്നത് കുംഭത്തിലാണ്. കേതു സ്ഥിതി ചെയ്യുന്നത് സൂര്യൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന ചിങ്ങത്തിലാണ്. പിന്നെ ഒരു രാശിയിൽ 2.25 ദിവസ സമയം അല്ലെങ്കിൽ 2.25 നക്ഷത്ര സമയം മാത്രം സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രന് പക്ഷബലമില്ലാത്ത ചന്ദ്രനാണെങ്കിൽ പാപഗ്രഹവും പക്ഷബലമുള്ള ചന്ദ്രനാണെങ്കിൽ ശുഭഗ്രഹവുമാണ്. എന്ന് പറയുമ്പോൾ പൗർണമിയോട് അടുക്കും തോറും ചന്ദ്രൻ എന്ന് പറയുന്ന മനകാരകനായിരിക്കുന്ന ഗ്രഹത്തിന് പക്ഷബലം വർദ്ധിക്കും, ശുഭഗ്രഹമായി മാറും. കാര്യം മനസ്സ്, ബുദ്ധി, ദേഹം, രക്തം, സുഖം, അമ്മ, കൃഷി, വെള്ളം, നെല്ല്, ഇതിൻ്റെയൊക്കെ കാരകത്വം ചന്ദ്രനുണ്ട്. ഈ മീനക്കൂറുകാരിലെ നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ പൂരുട്ടാതി 1 പാദവും, ഉത്രട്ടാതി 4 പാദവും, രേവതി 4 പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാരാണിവർ. ഇവരുടെ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ്. പൂരുട്ടാതി നക്ഷത്രക്കാർ ജനിക്കുന്നത് വ്യാഴദശയിലും, ഉത്രട്ടാതി നക്ഷത്രക്കാർ ശനിദശയിലും, രേവതി നക്ഷത്രക്കാർ ബുധദശയിലുമാണ് ജനിക്കുന്നത്. ഈ മീനം രാശിയെ സംബന്ധിച്ച് ഇവർ വാശിയുള്ള കൂട്ടത്തിലൊക്കെ ആണെങ്കിൽ പോലും ഈ നാളുകാർക്ക് പരപ്രേരണ കൊണ്ട് പല നഷ്ടങ്ങൾ അറിയാതെ വന്ന് ഭവിക്കാം. അശ്രദ്ധകൾ ബാധിക്കാം, മുൻകോപം വർദ്ധിക്കാം, കൂടെ നിൽക്കുന്നവ സുഹൃത്തുക്കളെന്ന് വിചാരിക്കുന്നവരിൽ നിന്നുണ്ടാകുന്ന ചില വഞ്ചനകൾ അറിയാതെ വന്ന് ഭവിക്കുകയും ചെയ്യും. മീനം രാശിയെ സംബന്ധിച്ച് സബരമെന്നോ മത്സ്യമെന്നോ സ്തഷമെന്നോ അന്ത്യമെന്നോ ഒക്കെ പര്യായമുണ്ട്. ഞാൻ പര്യായം പറയുന്നത് പൗരാണിക ഗ്രന്ഥങ്ങളായിരിക്കുന്ന കൃഷ്ണീയം, ഹോരാശാസ്ത്രം, വരാഹമിഹിര ഹോര, പ്രശ്നമാർഗം, പ്രശ്നഫലദീപിക, പ്രശ്നാനുഷ്ഠാന പദ്ധതി, ദേവപ്രശ്നം ഇത്യാദി എല്ലാ ഗ്രന്ഥങ്ങളിലും ഇപ്രകാരമാണ് പര്യായങ്ങൾ എഴുതിയിട്ടുള്ളത്. ഇനി രാശിദേവത കുബേരനാണ്. ഗ്രഹദേവത മഹാവിഷ്ണുവാണ്. ഇത് സ്ത്രീരാശിയാണ്, സൗമ്യരാശിയാണ്, പകൽ രാശിയാണ്, ഉഭയരാശിയാണ്. കാര്യം രാശിയെ ഉഭയരാശിയെന്നും ചരരാശിയെന്നും സ്ഥിരരാശിയെന്നും തിരിച്ചിട്ടുണ്ട്. പകൽ രാശിയെന്നും രാത്രി രാശിയെന്നും തിരിച്ചിട്ടുണ്ട്. സൗമ്യരാശിയെന്നും ക്രൂരരാശിയെന്നും തിരിച്ചിട്ടുണ്ട്. സ്ത്രീരാശിയെന്നും പുരുഷരാശിയെന്നും തിരിച്ചിട്ടുണ്ട്. ഗ്രഹദേവത മഹാവിഷ്ണുവാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി കുബേരനാണ് രാശിദേവത എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ പല സ്ഥാപനങ്ങളിലോ വീട്ടിലോ ഒക്കെ ചെല്ലുമ്പോൾ കുബേരൻ്റെ ഇത് വെച്ചിട്ടുണ്ടാവും അവിടെ, കുബേരന് പ്രതിമ. അപ്പോൾ നമ്മുടെ ഗ്രഹനിലയിൽ കുബേരനെയൊക്കെ വെച്ചാൽ മാത്രം പോരാ, അനുഭവയോഗം ഉണ്ടാകുമോ എന്ന് നോക്കിയിട്ട് വേണം, പുരോഗതി ഉണ്ടാകുമോ എന്ന് കൂടി നമ്മൾ ചിന്തിച്ചിട്ട് വേണം അപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ. ഇനി ഇവരെ സംബന്ധിച്ച്
ഈ വരുന്ന ഒരു വർഷം 4-ൽ നിൽക്കുന്ന ആരംഭത്തിൽ 4-5 മാസം 4-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം കൂടുതൽ അനുകൂലപ്രദമാവും. എന്നാൽ രാശിയിൽ നിൽക്കുന്ന ജന്മശനിയാണ്, രാശിയിൽ നിൽക്കുന്ന ശനിയെ കണ്ട് അറിയാതെ നഷ്ടങ്ങളുണ്ടാകാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമാകും. കൂടാതെ ശത്രുത അറിയാതെ വരും. കാര്യം 6-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നു. ശത്രുസ്ഥാനമാണ് 6-ാം ഭാവം. വ്യയസ്ഥാനമായ 12-ൽ രാഹു സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ കയ്യിലെത്തി അറിയാതെ പരപ്രേരണ കൊണ്ട് നഷ്ടങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. അതാണ്. ഇനി വിദേശത്ത് പോകണമെന്ന് വിചാരിക്കുന്നവർക്കത് അനുകൂലമാകും. അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ എഞ്ചിനീയറിംഗ് മേഖല ഇത്യാദി കാര്യങ്ങളിലൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമാകും. ബാങ്കിങ് മേഖലയിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമാകും. എന്നാൽ അധ്യാപന വൃത്തിയൊക്കെ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലപ്രദമല്ലതാണ്. വ്യവസായങ്ങളിൽ പുരോഗതി ഉണ്ടാവും. ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ആദ്യത്തെ 3-4 മാസം ഗുണഫലം വർദ്ധിക്കും. പരിഹാരാർത്ഥം ചെയ്യേണ്ടത് വിദ്യാർത്ഥികൾക്ക് അലസത വർദ്ധിക്കാം. പരിഹാരാർത്ഥം ചെയ്യേണ്ടത് മഹാവിഷ്ണുവിങ്കൽ പാൽപ്പായസ നിവേദ്യം, തുളസിഹാരം ചാർത്തുക, താമര ദളം കണ്ട് വിഷ്ണു സഹസ്രനാമം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക. ഓം വിശ്വം വിഷ്ണു വഷക്കാരോ ഭൂതഭവ്യ ഭവപ്രഭു ഭൂതഗിൽ ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാജ മുക്താനാം പരമ, അങ്ങനെയുള്ള വിഷ്ണു സഹസ്രനാമം സർവപ്രഹരണായുധായ നമ എന്ന് പൂർത്തിയാവും. അങ്ങനെ വിഷ്ണു സഹസ്രനാമം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക. മഹാഗണപതിയെങ്കിൽ ഭാഗ്യസൂക്തം ചതുർത്ഥിയുടെ അന്ന് നടത്തുക, അല്ലെങ്കിൽ പക്കനാളിൽ നടത്തുക. നിവേദ്യം നടത്തുക. ഹനുമാൻ സ്വാമിക്ക് വട നിവേദ്യം തൃക്കൈ വെണ്ണയൊക്കെ ചാർത്തുന്ന അനുകൂലമായിരിക്കും. ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ 31, 35 ഇത്യാദി സങ്കീർത്തനങ്ങൾ ചൊല്ലിയ ശേഷം മാതാവിൻ്റെ പള്ളിയിൽ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുക. മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹറസർ മഹ്രിബ് ഇശാഖ് സുബഗി 5 നിസ്കാരവേളയും ഫാത്തിക എന്ന ആയത്ത് ചൊല്ലുന്നത് അനുകൂലമായിരിക്കും. ആകയാൽ പിന്നെ ഒരുപാട് പരിഹാരം നടക്കുന്നു. പിന്നെ ഈ ആൾക്കാരൊക്കെ വിളിക്കുമ്പോൾ അപ്പോഴും തന്നെ ചിലപ്പോൾ അങ്ങ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാര്യം അത്രയും വിശദമായിട്ട് നോക്കിയിട്ടൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അവർക്ക് ഒരു വൈഷമ്യം തോന്നിയിട്ട് കാര്യവുമില്ല. കാര്യം വേണ്ട രീതിയിലെ പരിഹാരങ്ങൾ ചെയ്യും. ആകയാൽ ഇല്ലപ്പറമ്പിലെ മേൽക്കാവിലമ്മ കീഴ്ക്കാവിലമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഇതാ പറയാനുള്ളത്.